തലശ്ശേരി പ്രസ് ക്ലബിൽ സ്ഥാനാർത്ഥിയായതിന്റെ ശേഷമുള്ള രണ്ടാമത്തെ വരവാണ്. ആദ്യം വന്നത് വോട്ട് ചോദിക്കാനും നിങ്ങൾ പരമാവധി എതിരാവാതിരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പം പ്രസ് ക്ലബിന്റെ ക്ഷണപ്രകാരം മീറ്റ് ദ പ്രസ് ഇത് പോയോ? ഇല്ല, അവിടെ നിന്ന് മാറി നിൽക്കണേ, ആ സെൻസറിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണേ. എന്തിനാ അവിടെ നമ്മുടെ ആളുകൾ അവിടെ മാറി നിൽക്കുക. അവിടെ ഒരു 3 പേര് നിൽക്കുന്നത്, ഈ വലതു ഭാഗത്ത് നിൽക്കുന്നവർ ഇങ്ങോട്ട് കുറച്ച് ആൾക്കാർ പുറത്തിറങ്ങി. നവാസ്, നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഒന്ന് കൊടുക്കും. എന്തിനാ അവിടെ ടൈറ്റ് ആക്കണം? കമൽജിത്ത് ഇരുന്ന ഒന്ന് തല മുട്ടുമ്പോൾ ഈ സെൻസർ വർക്ക് ചെയ്യില്ല. ഓക്കെ, റൈറ്റ്, ഇരുന്നോടെ റെഡി. ഇപ്പം മനുഷ്യൻ നോക്കി തട്ടിയിട്ടുണ്ട്, കൈ തട്ടിയിട്ടുണ്ട്. അല്ല, ബൈക്കിന്റെ ഇവിടെ ഓൾറെഡി മനുഷ്യൻ സംസാരിക്കുന്നത്. വക്കീലോട് ഇല്ല, മനുഷ്യൻ ഇതങ്ങ് മാറ്റാൽ എന്നെ കേൾക്കാലോ. ഇത് പ്രസിഡന്റിനെ തിരിച്ചേൽപ്പിച്ചു. അപ്പം ഇപ്രാവശ്യം മീറ്റ് ദ പ്രസിന്റെ ഭാഗമായിട്ട് രണ്ടാമത് വന്നു. 2 വിസിറ്റിലും ഹൃദ്യമായ പുഞ്ചിരിയോടെ സ്വീകരിച്ചവർക്ക് ആദ്യം നന്ദി. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. ഞാനത് തുറന്ന് പറയാതിരുന്നിട്ടില്ല എവിടെയും. ആ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി വന്ന ശേഷം വടകരയിൽ ആദ്യത്തെ ദിവസം ഇറങ്ങി ഇന്നിപ്പോ ഈ പ്രസ് ക്ലബിലേക്ക് ഞാൻ വരുന്നത് വരെയുള്ള എല്ലാ പരിപാടികളിലും UDFന്റെ എല്ലാ ക്യാമ്പയിനുകളിലും ഇനീഷ്യേറ്റീവിലും ഒക്കെ വടകര തന്നത് നിറഞ്ഞ സ്നേഹവും പിന്തുണയാണ്. അതില് ആൺ പെൺ വ്യത്യാസമില്ലാതെ, പ്രായത്തിന്റെ വ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ, പ്രദേശങ്ങളുടെയും വ്യത്യാസമില്ലാതെ എല്ലാ തലങ്ങളിൽ നിന്നും നല്ല പ്രോത്സാഹനവും നിറഞ്ഞ സ്നേഹവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നോടൊപ്പം ഈ പ്രചരണ പരിപാടിയിൽ കവർ ചെയ്യാൻ വേണ്ടി വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നേരിട്ട് കണ്ടതുമാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് വടകരയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഇരട്ടിച്ചത്. ഇവിടെ രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങൾ പരാജയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്കെതിരെയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്നേഹം കൂടിയാവുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമായ ഒരു ക്യാമ്പയിനാണ് അവസാനിക്കുന്നതെന്നാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തൽ. വടകരയിലെ ജനങ്ങൾ നൽകിയ ഈ സ്നേഹം, വാക്കിൽ ഒതുക്കാൻ കഴിയാത്ത സ്നേഹത്തിനും പിന്തുണയ്ക്കും വാക്കുകൊണ്ട് തന്നെ നന്ദി പറഞ്ഞാൽ മതിയാവാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഒരവസരം കിട്ടിയാൽ പ്രവൃത്തിയിലൂടെ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവരോടുള്ള നന്ദിയും കടപ്പാടും കാണിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന ആളുകൾ എല്ലാവരെയും കാണുമ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല എൻകറേജ്മെന്റാണ്. ഒരു തരത്തിലുള്ള ഐസൊലേഷനും അനുഭവപ്പെട്ടിട്ടില്ല. അപ്രതീക്ഷിതമായി വന്ന സ്ഥാനാർത്ഥിയുടേതായ ഒരു പ്രയാസവും എനിക്ക് വടകരയിൽ നേരിടേണ്ടി വന്നിട്ടില്ല. വളരെ നേരത്തെ മുന്നൊരുക്കം നടത്തുന്ന ഏത് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പരിഗണനയും ഐക്യജനാധിപത്യ മുന്നണി നല്ല കെട്ടുറപ്പോടെ ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സ്മൂത്തായ ഓർഗനൈസേഷൻ ഫംഗ്ഷനിങ്ങും കോർഡിനേഷനും സ്ഥാനാർത്ഥിക്ക് ഒരു തരത്തിലുള്ള സ്ട്രെസ്സും തരാത്ത തരത്തിൽ തന്നെ ഇവിടെ ഭംഗിയായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയും മാനേജ് ചെയ്തിട്ടുണ്ട്. സംഘടനയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഞങ്ങൾക്ക് വീടുകളിൽ നിന്നും തെരുവിൽ നിന്നും കവലകളിൽ നിന്നുമൊക്കെ വളരെ പ്രോത്സാഹനജനകമായ ഒരു സമീപനമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒട്ടും അഹങ്കാരമില്ലാത്ത നല്ല ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് വളരെ കംഫർട്ടബിളായി ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയും. ഒന്ന് പൊളിറ്റിക്കൽ, 2 ഈ ജനങ്ങളുടെ റെസ്പോൺസ്. രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ UDFന്റെ ഒരു കാൻഡിഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും ബോധ്യമുള്ള പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. ഞാൻ പല മാധ്യമങ്ങളോടും പറഞ്ഞു, കേരളത്തിൽ തന്നെ ഏറ്റവും രാഷ്ട്രീയമായി അലേർട്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് വടകരയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ
തീർച്ചയായിട്ടും കോൺഗ്രസിന് ഓരോ സീറ്റും ഉണ്ടാവുക ഈ നാടിന്റെ നിലനിൽപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളൊരു ജനതയുടെ ആദ്യത്തെ അംഗീകാരം ഞങ്ങൾക്ക് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസ്താവന നമ്മൾ കണ്ടു. ആ ഒരു പദവിയിലിരുന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഒന്നായി കാണാനുള്ള എല്ലാ ഉത്തരവാദിത്വമുള്ള ഒരാൾ, 400-ലധികം സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, ആ അവകാശപ്പെടുന്ന സംവിധാനത്തിന്റെ തലപ്പത്തിരുന്നിട്ട് ട്രെൻഡ് എതിരായി എന്നുള്ള ഒരു ഫീല് വരുമ്പോഴത്തേക്കും ആ സ്പോട്ടിൽ വീണ്ടും ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, വീണ്ടും ജനങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. അവിടെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത്. 4000 കിലോമീറ്റർ ഇന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ ആ മനുഷ്യൻ നടന്നിട്ട് അതിൽ ഒരു വാക്ക് പോലും വർഗീയതയുടേതായി വന്നില്ല. ഒരു അംശം പോലും അതിൽ വിദ്വേഷം അയാൾ കുത്തി നിറച്ചില്ല. ഒരു തരി പോലും വെറുപ്പ് ആളുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായിരുന്നില്ല. ആ ഇൻക്ലൂസീവ്നെസ്സും ജെന്യൂനിറ്റിയും ഇന്ത്യ രാജ്യം തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഇത് രണ്ടും കോൺട്രാസ്റ്റാണ്. അത് കേരളത്തിലെ വോട്ടർമാർക്കും കൃത്യമായി മനസ്സിലാവും. ഒരു രാജ്യത്തിന്റെ തലവൻ തന്റെ മുന്നിലിരിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി മതം ജാതിയൊക്കെ പറഞ്ഞ ആളുകളെ നേരെ കീറിമുറിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാടിന്റെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഇപ്പോഴും രാജ്യത്തോട് ഒരുമിക്കാനാണ് പറയുന്നത്. ഇപ്പൊ രാജ്യം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. രാജ്യം വിഭജിച്ച് ചിന്തിക്കുമ്പോഴാണ് മറ്റു പലർക്കും ജയിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ രാജ്യം ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനത, വടകരയിലെ ജനത രാഹുൽ ഗാന്ധിക്കൊപ്പം മുന്നിലുണ്ടാവുമെന്നുള്ള കാര്യം ഒന്ന്. 2, ഈ കോൺസ്റ്റിറ്റ്യുവൻസി, എന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകം ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്നിറങ്ങിയ ആ ദിവസം തൊട്ട് ഇന്ന് ഉച്ചയ്ക്ക് വരെയുള്ള സമയം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വന്നിറങ്ങിയ സംഗമം, അതിന്റെ ശേഷം നിയോജകമണ്ഡലം തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, ഇന്നൊക്കെ ഞങ്ങൾ സഞ്ചരിച്ച ബൂത്ത് തലങ്ങളിൽ, അവിടെ ഞങ്ങൾക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടത്തെയൊക്കെ വീടുകളിൽ, കവലകളിൽ വരെ ഞങ്ങളോടുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. ഞങ്ങൾക്ക് ആ റെസ്പോൺസ് കിട്ടുന്നതിന്റെ ഒരു കാരണം 2 ഭരണകൂടങ്ങളും ജനങ്ങളെ പരമാവധി ദ്രോഹിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ് ഭരണവിരുദ്ധ വികാരം. 2 ഭരണകൂടങ്ങൾക്കും ജനങ്ങളുടെ മുമ്പിൽ ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറയാൻ പോലും കഴിയുന്നില്ല. ഒരാള് നേരെ രാഹുൽ ഗാന്ധി മീൻ കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ചും മതങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവിടെയും വേറെ തരത്തിലുള്ള ഡീവിയേഷൻസിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഭരണകൂടങ്ങളും ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ഉയരാൻ ദയനീയമായി പരാജയപ്പെട്ടു. ആ സാഹചര്യത്തിൽ 2 ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം, പെട്രോളിന്റെ, ഗ്യാസിന്റെ, ഡീസലിന്റെ, തൊഴിലവസരങ്ങളുടെ, ഇന്ത്യൻ റുപ്പിയും ഡോളറുള്ള തമ്മിൽ കൺവേർഷന്റെ, അതിർത്തി രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ, ബന്ധങ്ങളിലെ എല്ലാ തലങ്ങളിലും ജനങ്ങൾ കൊടുത്ത വാക്കുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയാണെങ്കിൽ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരായി മാറി. ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടങ്ങി. ഉച്ചക്കഞ്ഞിയും ലംസം ഗ്രാൻഡും ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും പ്രതിസന്ധിയിൽ. ഒരു RC ബുക്ക് പോലും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സ്റ്റേറ്റ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം പ്രതികരിക്കും. ആ പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത്, വടകര സമാധാനം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നിറഞ്ഞ സ്നേഹത്തോടെയാണ് ആളുകൾ ഞങ്ങളെ സ്വീകരിച്ചത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാതിമത വ്യത്യാസങ്ങളോ പ്രായ വ്യത്യാസമോ ആൺപെൺ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഒരു സ്നേഹം തന്ന ജനത, ആ ജനതയ്ക്ക് ഇഷ്ടമില്ലാത്തതും ആ ജനത ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള ഒരു അക്രമത്തിന്റെ മേൽവിലാസം സ്ഫോടനത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതും ആ ബോംബ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും ഈ വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മാത്രമല്ല, കേരളത്തിലെ 20 അക്രമ രാഷ്ട്രീയത്തിനെതിരായി ചിന്തിക്കുന്ന ആളുകളുടെ, TPയുടെ രാഷ്ട്രീയം എന്തിനാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഈ ബോംബിന്റെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട മരണത്തിലും തുടർ സംഭവങ്ങളിലും ഉണ്ട്. അപ്പൊ അക്രമ രാഷ്ട്രീയത്തിനെതിരായി സമാധാന രാഷ്ട്രീയം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അതില് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു CPMന്റെ സാധാരണ ചില പ്രവർത്തകർ പോലും ഇത്തവണ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾക്കായിരിക്കും. പ്രത്യേകിച്ച് CPMൽ അതിശക്തമായിരിക്കുന്ന അടിവേരുകൾ ഉള്ള
ഒരു മണ്ഡലമാണ് വടകര. ഇതിന് ഒരു കാലത്ത് ഏത് കുറ്റിച്ചൂരിനെ പോലും നിർത്തിയാലും ജയിക്കും എന്നൊരവസ്ഥ നിലനിന്ന സ്ഥലം. ഇടക്കാലത്ത് RMP പോലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവുകയും സംഘടനയ്ക്ക് വലിയ വെല്ലുവിളിയായി തീരുകയും അതിന് ജനകീയമായി തന്നെ മറുപടി പറയേണ്ടുന്ന ഒരു ബാധ്യത കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതുമാത്രമല്ല, ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ 23-ാം മണിക്കൂറിൽ മുരളീധരൻ വന്ന് ജയിച്ചതുപോലെ അങ്ങനെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ചിഹ്നത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതിന്റെ ചില മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഓരോ സീറ്റും അത് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റായി CPM തന്നെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് വടകര. പഠിച്ച പണി 18ഉം പയറ്റും അതിനപ്പുറവും പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡലത്തിൽ ചിട്ടിയാടുള്ള മിലിറ്റന്റ് ആയിരിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ഈ ഇടതുപക്ഷ മുന്നണിയോട് മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ ആ പ്രത്യേക സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല. കാരണം പിന്നെയും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ എളുപ്പമാണ് എന്ന് ഇപ്പോൾ കുറേയധികം ന്യായവാദങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പമാണെന്ന് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊരു വഴിക്ക് ആയിക്കൂടെ? അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം CPM-ന് സ്വാധീനമുണ്ട്, ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഈ മണ്ഡലത്തിലെ ഇടത് വോട്ടർമാരെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ക്ലാസ്, ലെഫ്റ്റ് അനുഭാവികളായിട്ടുള്ള ആളുകൾ, അവര് നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇപ്പം ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് ഇടത് സ്വഭാവം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ വലതുപക്ഷവും മറ്റു ചിലപ്പോഴൊക്കെ തീവ്ര വലതുപക്ഷവുമായിട്ടാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോട്ടീസ് വെച്ചതിന്റെ പേരിൽ 2 ചെറുപ്പക്കാർക്കെതിരെ UAP എടുത്തൊരു ഗവൺമെന്റിൽ എവിടെയാണ് ഇടത് സ്വഭാവം ആ പറയുന്ന അനുഭാവികൾക്ക് കാണാൻ കഴിയുക? പെൻഷൻ കോടതിയിൽ ചെന്നിട്ട് അവകാശമല്ല, ഔദാര്യമാണ്, സർക്കാരിന് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിൽ എവിടെയാണ് ഇടതുപക്ഷമാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരു വോട്ടർക്ക് അവരുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കുക? അവ യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇത്തവണ കിട്ടാൻ പോകുന്നത് CPM-നല്ല, അത് ഞങ്ങൾക്കായിരിക്കും. ഞങ്ങളാണ് അവിടെ പറയുന്നത് പെൻഷൻ അവകാശമാണെന്നുള്ളതാണ്. ഞങ്ങളാണ് പറയുന്നത് കൊടുക്കണം. ഞങ്ങളാണ് പറയുന്നത് അലനും താഹക്കുമെതിരെ UAP ചുമത്ത് ശരിയായില്ല. ഞങ്ങളാണ് പറയുന്നത് മാവോയിസ്റ്റുകളെ ഫേക്ക് എൻകൗണ്ടറിൽ കൊല്ലാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉയർത്തുന്നതും സാധാരണ ജനങ്ങളുടെ ഇഷ്യൂസിന് മറുപടി വേണമെന്ന് ഉച്ചക്കഞ്ഞി മുടങ്ങരുത്, SC വിദ്യാർത്ഥികളുടെ ലെംസം ഗ്രാൻഡ് ചരിത്രത്തിലില്ലാത്ത വിധം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്, കുട്ടികളുടെ ചെറിയ ചെറിയ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ ചെറിയ മക്കളുടെ, അതുപോലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. അപ്പോഴും ഇവരുടെ ധൂർത്തും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടവരും അവരുടെ നവീകരണവും അവരുടെ യാത്രകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ട്. സോ ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ലെഫ്റ്റ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് CPM സ്വഭാവം എന്ന് ഇനി പറയാൻ കഴിയില്ല.